ഗുഡ് മോർണിംഗ്. ജാനി അമ്മയ്ക്ക് ഇച്ചിരി കാപ്പി തരുമോ? ജാനി അമ്മയ്ക്ക് തരുമോ? നോയോ? അത് ജാനിയുടെ ആണോ? അമ്മയ്ക്ക് തരുമോ? നോ. ജാനിക്കുട്ടിയുടെ കാപ്പിയാ? ചേച്ചിക്ക് കൊടുക്കുവോ? അപ്പൊ ജാനിക്കുട്ടി നോ പറഞ്ഞോ? ജാനിക്കുട്ടിയുടെ പേരെന്തുവാ? എന്താ കാപ്പി തരാത്ത? അമ്മമ്മച്ചി തന്നെയാണോ? കാപ്പിക്ക് ചൂടുണ്ടോ? ചൂടുണ്ടോ? ചൂടില്ലേ? ഒന്ന് ഊത്. ഹലോ. അപ്പം ഇന്ന് ഞാൻ എന്ത് പറയാൻ വന്നേന്നാണ് ജാനിക്കുട്ടിയും കൊണ്ട്. നമ്മൾ ഈ 3-4 അമ്മമാർ കൂടുന്നിടത്ത് കുഞ്ഞു മക്കളുള്ള എല്ലാവർക്കും പറയാനുള്ള കാരണം കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലെന്നാണ്. അപ്പം ജാനിക്കുട്ടി അങ്ങ് കൊടുക്കുന്ന ഫുഡ് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കില്ല. ജാനിക്കുട്ടിക്ക് അതിനു വേണ്ടി ഞാൻ ഫുഡ് കൊടുക്കുന്നത് 6 നേരം വ്യത്യസ്ത ഫുഡ്, അങ്ങനെയുള്ള ഒരു ടൈം ടേബിൾ പോലാക്കി ആ സമയം കറക്റ്റാക്കിയാണ് കൊടുക്കുന്നത്. അതും നമ്മൾ കുഞ്ഞുങ്ങൾ ഉണരുന്ന സമയത്ത്. ജാനിക്കുട്ടി രാവിലെ ഒരു 6 മണി 6:30 ഇതിനുള്ളിൽ എന്തായാലും എഴുന്നേക്കും. അപ്പോൾ എഴുന്നേൽക്കുന്നത് പാല് കുടിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് വന്ന ജാനിക്കുട്ടിക്ക് ഞാനൊരു 7 മണി 7:30 8 മണിക്കുള്ളിൽ ഒരു 8:15 ഈ സമയത്തിനുള്ളിൽ രാവിലത്തെ ഫുഡ് കൊടുക്കുക. അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശ, ഇഡലി, പുട്ടാന്ന് അതെന്ത് തന്നെ ആയാലും, അതൊരു അരമുറി ദോശയായാലും ഒരു അര ഇഡലി ആയാലും അതും കറി കൂട്ടി കൊടുക്കാൻ ഞാൻ കഴിവതും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ അതാണ് ജാനിക്കുട്ടി രാവിലെ ഒരു 8-8:30 വരെ അതിനുള്ളിൽ കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടി പാല് കുടിക്കാനൊക്കെ വരും. എന്നാലും അതൊന്നും ആവില്ല, വെള്ളം കൊടുക്കാറുണ്ട്. എഴുന്നേറ്റ് വരുമ്പോഴേ ഒരു ഗ്ലാസ് 2 വാ വെള്ളം കൊടുക്കാറ് ശീലിപ്പിച്ചതാണ്. അതുകൊണ്ട് ജാനിക്കുട്ടി ചോദിച്ചു വാങ്ങിച്ച് കുടിക്കാറുമുണ്ട്. അങ്ങനെ ജാനിക്കുട്ടിക്ക് ആ ഫുഡാണ് കൊടുക്കുന്നത്. രാവിലെ ഒരു 8-8:30 ഉള്ളിൽ ഇത്രയും ഫുഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതിപ്പോൾ ജാനിക്കുട്ടി കണ്ട് ഇപ്പോൾ തേയില വായി പോയതാണ്. പിന്നെ ജാനിക്കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേന് പാലെന്ന് വെച്ചാൽ പൊടി കലക്കിയതാണ് കുഞ്ഞുങ്ങളുടെ, അല്ലാതെ പശുവും പാൽ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ജാനിക്കുട്ടിക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. പശുവും പാൽ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അങ്ങനെ പാൽപ്പൊടിയാണ്, ഡെക്സോലാക്കാണ് ഞാൻ കൊടുക്കുന്നത്. കുഞ്ഞുനാൾ തൊട്ടേ പ്രീമച്ചുറിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചു തുടങ്ങിയത്. ഇതുവരെ ഇപ്പം ഡെക്സോലാക്ക് 4 നോർമലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 11-11:30 ആകുമ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞ് കുറുക്ക്, അത് വീട്ടിലുണ്ടാക്കുന്ന ചിലപ്പം കുറുക്കായിരിക്കും, ചിലപ്പം വെജിറ്റബിൾസ് വേവിച്ച് മിക്സിയിലടിച്ചതായിരിക്കാം, മത്തങ്ങ, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഹെൽത്ത് മിക്സ്, അമൃതം പൊടി, അങ്ങനെ എന്തെങ്കിലും കുറുക്കുകൾ കൊടുക്കും. ആ കുറുക്കൊക്കെ കുടിച്ച് ഉറങ്ങുന്ന ജാനിക്കുട്ടി പിന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് ഉണർന്നാലൊന്നും അടുത്ത ഫുഡ് കൊടുക്കാറില്ല. നോർമൽ വാട്ടർ കൊടുക്കും. പിന്നെ ജാനിക്കുട്ടിക്ക് ഒരു ഉച്ച 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചോറ് കൊടുക്കും. ചോറിൻ്റെ കൂടെ മെയിനായിട്ട് തൈര് ഞാൻ കഴിവതും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഫ്രിഡ്ജിൽ വെക്കാത്ത തൈര്, നമ്മൾ വീട്ടിലെടുക്കുന്ന തൈര്. അങ്ങനെ ആ തൈരൊക്കെ കൂട്ടി ബാക്കിയുള്ള വെജിറ്റബിൾസും അവിയലും അങ്ങനെ തോരനും ഇതെല്ലാം കൂട്ടി ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കുറേശ്ശെ വെജിറ്റബിൾസ് കൊടുത്ത് ശീലിക്കുന്നത് എപ്പോഴും നല്ല ഒരു കാര്യമാണ്. ഇപ്പം ഡോക്ടർമാർ മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അമ്മമാർക്കും ഇതൊക്കെ പറയും. നമുക്കറിയുന്ന കാര്യങ്ങൾ വേറെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 2 മണിക്ക് ആഹാരം കൊടുത്ത് തുടങ്ങിയാലും കൊടുത്ത് തീരുമ്പം 3 മണിയാവും. അങ്ങനെ ഇരിക്കും. അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ജാനിക്കുട്ടി ഇങ്ങോട്ട് ആവശ്യപ്പെടും കുപ്പിപ്പാൽ എന്ന് പറയുമ്പം മാത്രം ഒരു 4 മണി 4:15 അതിനുള്ളിൽ പാൽ. ഇപ്പോഴും ഞാൻ കൊടുക്കുന്ന 60 ml പാല് 2 സ്കൂപ്പ് പൊടിയിട്ടാണ്. അത് അത്രയും കൂടുതൽ ഇതുവരെ ഞാൻ കൂട്ടിയിട്ടില്ല. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഒരുപാട് പാൽ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം വയറ് നിറയുമ്പോൾ ഫുഡ് കഴിക്കാനൊരു മടി കാണിക്കും. അതൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കുന്നത് ജാനിക്കുട്ടി ഒരു 5 മണി 5:30 സമയത്ത് രാവിലത്തെ കാപ്പിയുടെ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അത് ചൂടോടെ ദോശയാണെങ്കിൽ ദോശ, ഇഡലി ആണെങ്കിൽ ഇഡലി, അപ്പം ആണെങ്കിൽ അപ്പം, അത് ഒരു കറി കൂട്ടി കൊടുക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ മുട്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഒരു ഡേ വിട്ട് ഒരു മുട്ട കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാര്യമെന്ന് വെച്ചാൽ മുട്ട നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. അത് ജാനിക്കുട്ടിക്ക് ബുൾസൈ അല്ലെങ്കിൽ ഹാഫ് ബോയിൽ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജാനിക്കുട്ടി പൊരിച്ച് കഴിക്കാറില്ല. അങ്ങനെ ഈ മുട്ടയൊക്കെ ഇതെല്ലാം കഴിച്ച്
കഴിച്ച് കഴിയുമ്പോഴേ ഒരു സമയമാണല്ലോ, ഒരു 6 മണിയൊക്കെ ആവും. അങ്ങനെ ഇരിക്കുന്ന ജാനിക്കുട്ടി പിന്നെ കുടിക്കുന്നത് വെള്ളമാണ്. വെള്ളം കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാകുമ്പം ജാനിക്കുട്ടിക്കായിട്ട് ഞാൻ കഞ്ഞി ആദ്യമൊക്കെ കുറുക്ക് തന്നെ കൊടുക്കും. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറുക്ക് മാറ്റി 1.5 വയസ്സായില്ലേ, ഇച്ചിരി അരിയാഹാരം രാത്രി കഴിച്ച് അങ്ങനെ കഞ്ഞിയാക്കി. നല്ല വേവിച്ച് ഉടച്ച കഞ്ഞി എടുത്ത് നല്ല വൃത്തിയായിട്ട് കൊടുക്കാറുണ്ട്. അതും ചൂടോടാണ് കൊടുക്കുന്നത്. ചൂട് കഞ്ഞി ചെറിയ ചൂടോടെ കൊടുക്കുക. അതൊരു 7:30 8 മണി, മാക്സിമം 8 മണിക്കുള്ളിൽ ഞാൻ വൈകിട്ടത്തുള്ള കഞ്ഞി കൊടുത്തിരിക്കും ജാനിക്കുട്ടിക്ക്. അതാണ് ജാനിക്കുട്ടിയുടെ ഫുഡ് റൊട്ടീൻ. ഇങ്ങനെയാണ് പറയും. കഞ്ഞിയൊക്കെ കുടിച്ച് ജാനിക്കുട്ടി ഒരു 8-8:30 ആകുമ്പോഴത്തേനും ഉറങ്ങും. ഉറങ്ങുന്ന സമയത്ത് നോർമലായിട്ട് പാലാണ് കുടിക്കാറ്. പിന്നെ ഇടയ്ക്കെങ്ങാനും ഉറങ്ങാതെ ഇടയിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രം കുപ്പിപ്പാൽ കൊടുക്കാറുണ്ട്. ഇതാണ് ജാനിക്കുട്ടിയുടെ ഫുഡ് റൊട്ടീൻ എന്ന് പറയുന്നത്. അമ്മമാർക്ക് എല്ലാവരും ഇപ്പോൾ ഒരു 2-3 അമ്മമാർ കൂടുന്നിടത്ത് ചോദിക്കുന്ന നോർമൽ ചോദ്യമാണ്, അയ്യോ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കണില്ല. നമ്മൾ അന്നേരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾ ഉണരുന്നേ സമയം വെച്ച് നമ്മൾ സ്വന്തമായിട്ടൊരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കി അതിനനുസരിച്ച് മെനുവിനൊക്കെ വ്യത്യാസം വരാം. ഇന്ന് കഴിക്കുന്ന ഫുഡ് നാളെ കുഞ്ഞുങ്ങൾ കഴിക്കില്ല. അപ്പോൾ ഓരോരോ ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അത് കഴിവതും സ്ക്രീൻ കാണിക്കാതെ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. ബുക്കുകളോ ഒക്കെ കാണിച്ച്, പടം കാണിച്ച് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുറേ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ വെളിയിലൊക്കെ ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അത് പക്ഷെ പോസിബിൾ എപ്പോഴും നടക്കില്ല. നമ്മളല്ല വീട്ടിൽ അമ്മമാരാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എടുത്തുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അപ്പം കഴിവതും ജാനിക്കുട്ടി വീടിനുള്ളിൽ തന്നെ എല്ലാം സെറ്റാക്കി കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും കാണിച്ച് ഫുഡ് കൊടുക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡും കഴിക്കാം, ഓരോ കാര്യങ്ങൾ അറിയുകയും കൂടെ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ജാനിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്. എന്നാൽ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. കാര്യം എന്ന് വെച്ചാൽ കുറേ പേർക്കുള്ള ഒരു സംശയം, അത് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്നോട് പലവരും പേഴ്സണലായിട്ടോ കാണുമ്പോഴോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ വട്ടം ഞാൻ ജാനിക്കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം പീഡിയാട്രീഷ്യൻ്റെ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പല അമ്മമാരുടെയും പ്രശ്നം കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഞാനും ഒരമ്മയാണ്, എന്നെപ്പോലെ സാധാ അമ്മമാർക്ക് ഇത് ഉപകാരമായാലോ. അപ്പോൾ ശരി, ബൈ.